ശ്രീനാരദേന പരഛിദ്രസപാനയോഗാത് നാരായണേതി സതതം ജപതാ സതോഷം കാലേ പ്രതിഷ്ഠിത ഇതി പ്രഥിതഃ പ്രഭൂര്യ ശ്രീവല്ലഭേശ 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 ഭവതാ തവ സുപ്രഭാതം. ശ്രീവല്ലഭപുരം എന്ന തിരുവല്ല, പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല എന്ന് കേൾക്കുമ്പോൾ ഭക്തന്റെ മനസ്സിൽ ഓടിയെത്തുന്ന ആ രൂപം ശ്രീവല്ലഭസ്വാമി. ഭാരതത്തിലെ തന്നെ വലിപ്പം കൊണ്ടും പഴക്കം കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ചതുർബാഹുവായ മഹാവിഷ്ണു വാണരുളുന്ന പുണ്യസങ്കേതം ശ്രീവല്ലഭക്ഷേത്രം. ഞാനിന്ന് ഭക്തവത്സലനായ ശ്രീവല്ലഭന്റെ തിരുസന്നിധിയിലാണ്. കണ്ണുകൾക്ക് ഒന്നേ കാണേണ്ടതുള്ളൂ, ആ തിരുവിഗ്രഹം. കാതുകൾക്ക് ഒന്നേ കേൾക്കേണ്ടതുള്ളൂ, ആ തിരുനാമം. ചുണ്ടുകൾക്ക് ഒന്നേ മന്ത്രിക്കേണ്ടതുള്ളൂ, നാരായണ മന്ത്രം. വിശ്വത്തിന് ആധാരമായവനും കാരകനായവനുമായ സാക്ഷാൽ മഹാവിഷ്ണു. കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന് ലോഭമില്ലാതെ അഭീഷ്ടവരദാനം ചെയ്യുന്ന കരുണാവാരിധി. അല്പം സ്വാർത്ഥതയോടെ തിരുവല്ലക്കാരനായ ഞാൻ എൻ്റെ ഭഗവാൻ എന്നു പറയും. പക്ഷേ എനിക്ക് തെറ്റി. നാട് ഏതുമാകട്ടെ, ഇവിടെ വരുന്ന ഓരോ ഭക്തനും ദർശനത്തിന് ശേഷം മനസ്സിൽ പറയും എൻ്റെ ഭഗവാൻ. അത്രയ്ക്ക് വാത്സല്യനിധിയാണ് ശ്രീവല്ലഭൻ. ശാന്തസ്വരൂപനായി നിൽക്കുന്ന ആ വിഗ്രഹം കണ്ടുനിന്നാൽ അവിടെ തന്നെ നിന്നുപോകും. ആ മുഖകമലം നമ്മെ നോക്കി പുഞ്ചിരിക്കുകയല്ലേ. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇത്രയ്ക്ക് തേജോമയമായ ഒരു വിഗ്രഹം ഇല്ല, മറ്റെങ്ങുമില്ല. തിമിർത്തു പെയ്യുന്ന മഴ, ചിങ്ങമാസമായിട്ടും പ്രകൃതിക്ക് ഭഗവാന്റെ സങ്കേതം പുണ്യതീർത്ഥവർഷം ചെയ്ത് മതിവരുന്നില്ല. ക്ഷേത്രത്തിലെ കൽസ്തൂപങ്ങളും ബലിക്കല്ലുകളുമെല്ലാം നാരായണ മന്ത്രം ജപിക്കുന്നു. എന്തിനധികം, ഭഗവാന്റെ സഹവാസികളായ അമ്പലപ്രാവുകൾ പോലും ഹരിനാമമന്ത്രമല്ലേ ഇവിടെ ജപിക്കുന്നത്. അലൗകികമായ ഭക്തിയുടെ അനുസ്യൂത പ്രവാഹം. ഈ കവാടം കടന്നുള്ളിലെത്തുമ്പോൾ ഭക്തിയുടെ, ആനന്ദത്തിൻ്റെ, സായുജ്യത്തിൻ്റെ, മുക്തിയുടെ പടവുകളാണ് ഭക്തൻ കയറുക. എല്ലാത്തിനും കാരണഭൂതനായ ഭഗവാന്റെ ആ പുഞ്ചിരിക്കുന്ന മുഖം, ഇതിൽ പരം എന്തുവേണം? ശ്രീവല്ലഭ, കഥകളിപ്രിയനും കലാവല്ലഭനുമായ ദേശവല്ലഭ, എൻ്റെ ശ്രീവല്ലഭ. ഭാരതത്തിൽ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിൽ വൈഷ്ണവ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളും പ്രോക്താക്കളുമായിരുന്ന തമിഴ് ഭക്തകവികളായിരുന്ന ആൾവാർമാർ പാടിപ്പുകഴ്ത്തിയ 108 വൈഷ്ണവ ക്ഷേത്രങ്ങൾ. ഇതിൽ 106 ക്ഷേത്രങ്ങൾ ഭൂമിയിലും 2 ക്ഷേത്രങ്ങൾ ക്ഷീരസാഗരവും വൈകുണ്ഠവും ഭൂമിക്കപ്പുറത്തുമാണെന്ന് ശ്രദ്ധേയമാണ്. ഈ 106 ക്ഷേത്രങ്ങളെയും ഭൂലോക വൈകുണ്ഠങ്ങളായി സ്തുതിക്കപ്പെട്ടിരിക്കുന്നു. ആ 106 ഭൂലോക വൈകുണ്ഠങ്ങളിൽ ഒന്നാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഈ പുണ്യഭൂമി എത്ര പാവനമാണെന്ന് കാണാം. തിരുവല്ല പട്ടണത്തിൻ്റെ ഉള്ളിൽ ഏതാണ്ട് 8.5 ഏക്കർ വിസ്തൃതിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പുണ്യക്ഷേത്രം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കണം. നാം എത്തിച്ചേരുന്നത് വൈകുണ്ഠത്തിൽ തന്നെയാണ്, ഭൂലോക വൈകുണ്ഠത്തിൽ. ഗരുഡ പുരാണത്തിലും മത്സ്യപുരാണത്തിലും പരാമർശിക്കുന്ന വല്ലഭക്ഷേത്രം. നമുക്ക് ഐതിഹ്യത്തിലേക്ക് പോകാം. മല്ലികാവനം എന്ന ശ്രീവല്ലഭപുരം പത്തില്ലത്തിൽ പോറ്റിമാർ എന്ന 10 ഇല്ലങ്ങളിലെ ബ്രാഹ്മണരുടെ അധീനതയിലായിരുന്ന കാലം. ഇപ്പോഴത്തെ ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിലുള്ള ശങ്കരമംഗലത്ത് നാരായണൻ ഭട്ടതിരി എന്ന 10 ഇല്ലത്തിൽ പോറ്റിയും അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണിയായ ശ്രീദേവി അന്തർജനവുമാണ് താമസിച്ചിരുന്നത്. ഭർത്താവിൻ്റെ മരണശേഷം സമ്പൂർണ്ണ വിഷ്ണുഭക്തയായി മാറിയ ശ്രീദേവി അന്തർജനം വൈഷ്ണവ വ്രതങ്ങളിൽ പ്രധാനമായ ഏകാദശി വ്രതം മുടങ്ങാതെ അനുഷ്ഠിച്ചു പോന്നിരുന്നു. ഏകാദശി വ്രതം കഴിഞ്ഞാൽ പിറ്റേന്ന് ദ്വാദശിയിൽ ഒരു ബ്രഹ്മചാരിക്ക് ആഹാരം കൊടുത്തതിനു ശേഷമേ വ്രതമനുഷ്ഠിക്കുന്നയാൾ ജലപാനം പോലും ചെയ്യാവൂ. പാരണ വീടുക എന്നാണ് ഇതറിയപ്പെടുന്നത്. ഒരിക്കൽ ഏകാദശി വ്രതം കഴിഞ്ഞ് ദ്വാദശിയിൽ പാരണ വീടാനായി ശ്രീദേവി അന്തർജനം ഇല്ലത്തിൻ്റെ കിഴക്കേ കോലായിൽ വിഷ്ണുമന്ത്രം ജപിച്ചിരിക്കുകയാണ്. ഒരു ബ്രഹ്മചാരി വന്നാൽ മാത്രമേ പാരണ വീടാനാവുള്ളൂ.
പെട്ടെന്ന് ഒരു ബ്രാഹ്മണ ബാലൻ പടി കടന്നു വരുന്നത് കണ്ടു. അമ്മേ, വിശക്കുന്നു എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ മുഖത്തേക്ക് അന്തർജനം നോക്കി. എന്തൊരു തേജസ്! തീക്ഷ്ണങ്ങളായ നയനങ്ങൾ, എന്നാൽ ശാന്തമായ മുഖഭാവം. കവിളുകളിൽ കുസൃതി തളം കെട്ട് നിൽക്കുന്നു. ശ്രീദേവി അന്തർജനത്തിന് ആ കുട്ടിയോട് പുത്രസമാനമായ വാത്സല്യമുണ്ടായി. അവർ പറഞ്ഞു, നീ പോയി കുളിച്ചിട്ട് വരൂ. കൂട്ടത്തിൽ ഒരു മുന്നറിയിപ്പും. അമ്മമാർ മക്കളോട് പറയുന്നത് പോലെ, ഉണ്ണി സൂക്ഷിച്ചു പോകണം. കിഴക്കോട്ട് പോയാൽ അവിടെ നദിയുണ്ട്. എന്നാൽ തുകലാസുരൻ എന്ന ഭീകരനായ ഒരസുരൻ ആ വഴി പോകുന്നവരെ ആക്രമിക്കുന്നുണ്ട്. നീ വിഷ്ണുമന്ത്രം ജപിച്ചോളൂ. അർത്ഥഗർഭമായി കുട്ടി ആ അമ്മയെ നോക്കി. അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൻ്റെ കണ്ണുകൾ കൂടുതൽ തീക്ഷ്ണങ്ങളായി. കവിളുകളിൽ അരുണിമ പടർന്നു. കിഴക്കേ ദിക്കിലേക്ക് മറഞ്ഞുപോയ ആ ബാലനെ നോക്കി ആധിയോടെ അന്തർജനം കാത്തിരുന്നു. ബാലൻ നേരെ നടന്നെത്തിയത് ഇന്ന് തുകലശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ മണിമലയാറിൻ്റെ തീരത്താണ്. തുകലാസുരൻ കുട്ടിയെ കണ്ടതും അലറി അടുത്തു. കുട്ടി പെട്ടെന്ന് തൻ്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മാറി. സാക്ഷാൽ മഹാവിഷ്ണു, ചക്രായുധനായ മഹാവിഷ്ണു. തൻ്റെ സുദർശന ചക്രത്താൽ തുകലാസുരൻ്റെ തലയറുത്ത ശേഷം ചക്രം നദിയിൽ കഴുകി. ഈ നദീഭാഗം ചക്രക്ഷാളന കടവ് എന്നും അതിലോപിച്ച് ചക്രശാല കടവ് എന്നും അറിയപ്പെടുന്നു. സുഖമായി സ്നാനം ചെയ്തു വന്ന ബാലന് ശ്രീദേവി അന്തർജനം ഒരു പാളയിൽ ഉണക്കലരി ചോറും ഉപ്പുമാങ്ങയും വിളമ്പി. കൂട്ടത്തിൽ പടറ്റിപ്പഴവും. ഇന്ന് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉച്ചപൂജയോടനുബന്ധിച്ച് പാള നമസ്കാരം എന്ന വഴിപാട് നടക്കുന്നു. വിഭവങ്ങളോ പാളയിൽ വിളമ്പുന്ന ഉണക്കലരിച്ചോറും ഉപ്പുമാങ്ങയും, പിന്നെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട പടറ്റിപ്പഴവും. ആഹാരം കഴിക്കുന്നതിനിടെ താൻ തുകലാസുരനെ വധിച്ചു എന്ന് കുട്ടി അന്തർജനത്തെ അറിയിച്ചു. അത്ഭുതത്തോടെ അവനെ നോക്കി നിന്ന അന്തർജനത്തിനെ അവൻ തൻ്റെ യഥാർത്ഥ രൂപം കാട്ടിക്കൊടുത്തു. ശംഖചക്ര പത്മധാരിയായ സാക്ഷാൽ മഹാവിഷ്ണു. അന്തർജനത്തിന് മോക്ഷം കൊടുത്ത ശേഷം ഭഗവാൻ തൻ്റെ സുദർശന ചക്രത്തെ ഇല്ലത്തിന് കിഴക്കുള്ള വിശാലമായ സ്ഥലത്തിൻ്റെ മധ്യത്തിൽ പടിഞ്ഞാറ് ദർശനമായി, അതായത് ഇല്ലത്തെ ദർശനമായി പ്രതിഷ്ഠിച്ചു. ഈ വിഗ്രഹമാണ് ഇന്ന് നാം ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയിൽ സുദർശനമൂർത്തിയായി ആരാധിക്കുന്നത്. ശങ്കരമംഗലം എന്ന പേര് ലോപിച്ച് ചങ്ക്രോത്ത് മഠം എന്നും ശ്രീദേവി അന്തർജനം ചങ്ക്രോത്തമ്മ എന്നും പിൽക്കാലത്ത് അറിയപ്പെടാൻ തുടങ്ങി. ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി കരുതപ്പെടുന്ന ഈ ഇല്ലത്തെ കെടാവിളക്ക് കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ചങ്ക്രോത്തമ്മയ്ക്ക് മോക്ഷം നൽകിയ ശേഷം ഭഗവാൻ നേരെ പടിഞ്ഞാറേ ദിശയിലേക്കാണ് പോയത്. ഇന്നത്തെ കാവുംഭാഗം എന്ന സ്ഥലം അന്ന് വനനിബിഡമായിരുന്നു. ഇവിടെ ഒരു യക്ഷി ആളുകൾക്ക് ഭീഷണിയായി വസിച്ചിരുന്നു. ലോകരക്ഷകനായ ഭഗവാൻ ആ യക്ഷിയെ ഒരു കിണറിനുള്ളിലാക്കി അതിനു മുകളിൽ ദേവിയെ കുടിയിരുത്തി. ഇന്ന് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്നും 1 കിലോമീറ്റർ പടിഞ്ഞാറ് മാറി സ്ഥിതി ചെയ്യുന്ന തിരുവേറങ്കാവ് ക്ഷേത്രം അങ്ങനെ ഉണ്ടായി. ശക്തി സ്വരൂപിണിയായ തിരുവേറങ്കാവരമ്മയെ നമുക്ക് വണങ്ങാം. വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ശ്രീകോവിലിലെ പീഠത്തിൻ്റെ അടിയിൽ ഒരു വലിയ കിണറുള്ളത് താൻ നേരിൽ കണ്ടു എന്ന് ദീർഘകാലം ഈ ക്ഷേത്ര ഭരണസമിതിയുടെ സെക്രട്ടറിയായിരുന്ന ശ്രീ KN ഉമാനന്ദൻ സാക്ഷ്യപ്പെടുത്തുന്നത് കേൾക്കുമ്പോൾ നാം അറിയാതെ ഉറക്കെ വിളിച്ചു പോകും, എൻ്റെ ശ്രീവല്ലഭ. രാമത്ത് പണിയുള്ളതായി ഞാൻ കയറിയിട്ടുള്ളതാണ്. അന്ന് അവിടെ പീഠത്തിനടിയിൽ കിണറുണ്ടെന്ന് എനിക്ക് ബോധ്യമുള്ളതാണ്. ശ്രീവല്ലഭ വിഗ്രഹത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടതാണ്. വിഗ്രഹത്തിൻ്റെ അഭൗമ ചൈതന്യത്തിൻ്റെ കാരണമെന്ത്? ഐതിഹ്യം ഇങ്ങനെ: ആദിയിൽ സൃഷ്ടിക്കു മുമ്പ് യോഗനിദ്രയിലായിരുന്ന ബ്രഹ്മാവിൻ്റെ മുന്നിൽ വിശ്വകർമാവ് വരികയും വിഷ്ണുവിൻ്റെ തേജോമയമായ രൂപം സൃഷ്ടിക്കുകയും ചെയ്തു. ബ്രഹ്മാവ് ഈ വിഗ്രഹത്തെ സാഗരന് കൊടുക്കുകയും ഇതിൻ്റെ പൂജാവിധികൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. സാഗരൻ്റെ പുത്രിയായി പിറന്ന ലക്ഷ്മീദേവി ഈ വിഗ്രഹത്തെ പൂജിക്കുന്നു. നിസ്വാർത്ഥമായ പൂജയുടെയും പ്രാർത്ഥനയുടെയും ശക്തിയാൽ ഈ വിഗ്രഹത്തിലേക്ക് ലക്ഷ്മി ചൈതന്യം എത്തുകയും വല്ലഭൻ എന്ന പേര് ശ്രീവല്ലഭൻ എന്നാവുകയും ചെയ്തു. ശ്രീ എന്നാൽ സാക്ഷാൽ മഹാലക്ഷ്മിയാണല്ലോ. ദ്വാപരയുഗം. കൃഷ്ണൻ തൻ്റെ കൊട്ടാരവും കോട്ടകൊത്തളങ്ങളുമടക്കം ദ്വാരക എന്ന മനോഹരമായ പട്ടണം നിർമ്മിക്കുവാൻ സാഗരനെ ചുമതലപ്പെടുത്തുന്നു. ദ്വാരകാ നഗരത്തിൻ്റെ നിർമ്മാണത്തിന് ശേഷം സാഗരൻ ഈ ദിവ്യ വിഗ്രഹത്തെ കൃഷ്ണന് സമ്മാനിക്കുന്നു. എല്ലാം അറിയുന്ന ഭഗവാൻ കൃഷ്ണൻ ശ്രീവല്ലഭ വിഗ്രഹത്തെ സാത്യകിക്ക് സമ്മാനിക്കുകയും സാത്യകി ഈ വിഗ്രഹം ദ്വാരകയിൽ വിശ്വകർമാവ് നിർമ്മിച്ച ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. വേദവ്യാസൻ പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു. അങ്ങനെ ദ്വാരക എന്ന പുണ്യനഗരിയുടെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും കാരണഭൂതനായി ഈ വിഗ്രഹം നിലകൊണ്ടു. മഹാഭാരത യുദ്ധത്തിനു ശേഷം
വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദ്വാരക എന്ന നഗരത്തെ സമുദ്രതിരകൾ വിഴുങ്ങി. ആ മനോഹര നഗരം കടലിനടിയിലായിപ്പോയി. ഈ ഘട്ടത്തിൽ സാത്യകി ഭഗവാന്റെ വിഗ്രഹം ഗരുഡനെ ഏൽപ്പിച്ചു. ഭഗവാന്റെ വാഹനമായ ഗരുഡൻ ഏറെക്കാലം രമണക ദ്വീപിൽ വെച്ച് ഈ വിഗ്രഹത്തെ പൂജിച്ചു. പിന്നീട് കലിയുഗത്തിൽ മനുഷ്യ നന്മയ്ക്കായി ഉചിതമായ സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിക്കണമെന്ന ആഗ്രഹത്താൽ നേത്രാവതി നദിയിൽ ജലാധിവാസനായി ഇരുത്തുകയും ചെയ്തു. കലിയുഗ ആരംഭത്തിൽ ദുർവാസാവും ശിഷ്യരും ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ ഉത്തമ സ്ഥലം മല്ലികാവനം തന്നെ എന്ന് കണ്ട് ഇവിടെ സുദർശനമൂർത്തി പ്രതിഷ്ഠയ്ക്കരികിലായുള്ള ആൽമരച്ചുവട്ടിൽ തപസ് ആരംഭിച്ചു. അവർക്ക് മുമ്പിൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഭഗവാന്റെ കാൽ കഴുകി പൂജിക്കുവാൻ വെള്ളമില്ലല്ലോ എന്നോർത്തിരുന്ന ദുർവാസാവിൻ്റെ മുമ്പിൽ ഒരു ജലധാര പെട്ടെന്നുണ്ടാവുകയും ഭഗവാന്റെ പാദപൂജ ഇതിലെ ജലം ഉപയോഗിച്ച് നടത്തുകയും ചെയ്തു. ക്ഷേത്രത്തിൻ്റെ വടക്ക് കിഴക്കായി കാണുന്ന ഈ ജലധാര ജലവന്തി എന്നറിയപ്പെടുന്നു. അതിനോട് ചേർന്ന് കാണുന്ന മനോഹരമായ മാളിക ജലവന്തി മാളികയും. ദുർവാസാവിൻ്റെ തപസ്സിൽ സംപ്രീതനായ മഹാവിഷ്ണു എന്നും തൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് മുനിമാരെ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ജലവന്തിയിലാണ് ക്ഷേത്ര പൂജാരിമാർ സ്നാനം നടത്തുന്നത്. മറ്റാർക്കും അവിടേക്ക് പ്രവേശനമില്ല. ഈ ജലവന്തിയിൽ ഇപ്പോഴും ജലാധിവാസനായി ഒരു മഹാവിഷ്ണു വിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഓരോ പ്രാവശ്യവും കുളത്തിലെ ജലം വറ്റിക്കേണ്ടി വരുമ്പോൾ ഈ ജലാധിവാസനെ പുറത്തെടുക്കുകയും പൂജാകർമ്മങ്ങൾ നടത്തുകയും വീണ്ടും ജലവന്തിയിലേക്ക് തന്നെ ഇരുത്തുകയും ചെയ്യുന്നു. ഐതിഹ്യം തുടരുന്നു. ചേരമാൻ പെരുമാൾ എന്ന ശക്തനായ രാജാവ് ഒരു സ്വപ്ന ദർശനത്തിൽ നാം മുമ്പ് പറഞ്ഞ ജലാധിവാസനായ ശ്രീവല്ലഭ വിഗ്രഹം നേത്രാവതി നദിയിലുണ്ടെന്ന് മനസ്സിലാക്കുകയും അവിടെ നിന്നും ഈ തേജോമയമായ വിഗ്രഹം കണ്ടെടുക്കുകയും ചെയ്തു. തുളു ബ്രാഹ്മണരുടെ വാസസ്ഥലത്തിനടുത്തായിരുന്നു ഭഗവാൻ ജലാധിവാസത്തിൽ ഇരുന്നിരുന്നത്. വിഗ്രഹം കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഗരുഡൻ ഒരു തുളു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്ന് നേത്രാവതിയിലെ ഭദ്രം എന്ന കയത്തിൽ നിന്ന് ഭഗവത് വിഗ്രഹം കണ്ടെടുത്തു എന്നും കഥ പോകുന്നു. സുദർശനമൂർത്തിയുടെ വിഗ്രഹത്തിന് പിന്നിലായി കിഴക്ക് ദർശനത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതിഷ്ഠ ഉറയ്ക്കാതെ തടസ്സം നേരിടുകയും പെട്ടെന്ന് 2 ബ്രാഹ്മണർ ശ്രീകോവിലിനുള്ളിൽ വന്ന് പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കുകയും ചെയ്തു എന്നും ഐതിഹ്യം. ഈ ബ്രാഹ്മണ വേഷത്തിൽ വന്നത് ദുർവാസാവും വ്യാസനുമായിരുന്നു എന്നും കഥ. ഇന്നും ദുർവാസാവിൻ്റെയും വ്യാസൻ്റെയും സങ്കല്പത്തിൽ ക്ഷേത്രത്തിൽ കൽപ്രതിഷ്ഠകൾ ഉണ്ടെന്ന് തന്നെയല്ല, എല്ലാ ദിവസവും രാത്രിയിൽ നടയടച്ചു കഴിഞ്ഞാൽ മഹർഷി ദുർവാസാവും സപ്തർഷികളോടൊപ്പം ഭഗവാനെ പൂജിക്കാൻ എത്തുന്നുണ്ടെന്നാണ് വിശ്വാസം. അതിനാൽ തന്നെ പൂജാ സാമഗ്രികൾ തയ്യാറാക്കി വെച്ചിട്ടാണ് പൂജാരിമാർ എല്ലാ ദിവസവും നടയടയ്ക്കുന്നത്. ചുരുക്കത്തിൽ നാം ഇന്ന് കാണുന്ന തേജോമയമായ ശ്രീവല്ലഭ വിഗ്രഹം യുഗയുഗാന്തരങ്ങളായി ബ്രഹ്മാവ്, സാഗരൻ, ലക്ഷ്മീദേവി, ശ്രീകൃഷ്ണൻ, സാത്യകി, വ്യാസൻ, ഗരുഡൻ, പിന്നെ ദുർവാസാവ്, ഈ ധന്യാത്മാക്കളും അവതാര അംശങ്ങളും തൊട്ടുവണങ്ങിയ പുണ്യമായ വിഗ്രഹമാണെന്ന് സാരം. കാലാനുഗതമായി ഇത്രയും ശക്തമായ ഐതിഹ്യം പറയാനുള്ളപ്പോൾ തിരുവല്ലാലപ്പൻ്റെ ഭക്തരെ, നിങ്ങൾ പുണ്യം ചെയ്തവരാണ്. അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിഗ്രഹം, ദിക്കാലങ്ങളെ അതിജീവിക്കുന്ന അഭൗമ ദൈവിക ചൈതന്യം. അതുകൊണ്ട് തന്നെ ശ്രീവല്ലഭ ക്ഷേത്രം വൈകുണ്ഠമാണ്, ഭൂലോക വൈകുണ്ഠം. ഭഗവാനും ശ്രീലക്ഷ്മിയും ഒന്നായി അലിഞ്ഞിരിക്കുന്ന വൈകുണ്ഠം. അതിനാൽ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി ചോദിക്കുമ്പോൾ ഭക്തരുടെ കണ്ഠമിടറും, നയനങ്ങൾ അശ്രുപൂരിതമാകും, കൈകൾ അറിയാതെ തൊഴുതുപോകും. ഇല്ല, മതിയാവില്ല, പറഞ്ഞാലും മതിയാവില്ല ഭഗവാന്റെ മാഹാത്മ്യം. നമുക്ക് ഈ പുണ്യക്ഷേത്രത്തിൽ ഒരു പ്രദക്ഷിണം നടത്താം. 12 അടി ഉയരത്തിൽ ഭീമാകാരമായി നിൽക്കുന്ന ചുറ്റുമതിൽ, ഏതാണ്ട് 8.5 ഏക്കറോളം വരുന്ന ക്ഷേത്ര സങ്കേതത്തെ ഭൗതിക സംരക്ഷണം നൽകി നിൽക്കുന്ന ഈ ചുറ്റുമതിൽ ഒറ്റ രാത്രി കൊണ്ട് ഭഗവാന്റെ ഭൂതഗണങ്ങൾ നിർമ്മിച്ചതാണെന്ന് വാമൊഴി. ഇതിൻ്റെ ഗാംഭീര്യം വർണ്ണിക്കുവാൻ വാക്കുകളില്ല. 4 ദിക്കിലും തലയുയർത്തി നിൽക്കുന്ന ഗോപുരങ്ങൾ, പ്രൗഢിയുള്ള ഗോപുരവാതിലുകൾ. കിഴക്കേ നടയിലെ വലിയ നടപ്പന്തൽ കടന്നാൽ കിഴക്കേ ഗോപുരവാതിൽ. ഈ നടപ്പന്തലിലാണ് ഭഗവാന്റെ ഇഷ്ടവിനോദമായ കഥകളി നടക്കുന്നത്. വർഷത്തിൽ മിക്കവാറും എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം.
നമുക്ക് കിഴക്കേ ഗോപുരവാതിൽ കടന്ന് ഉള്ളിലേക്ക് നടക്കാം. നാം ആദ്യം കാണുന്നത് വലിയ ആനക്കൊട്ടിലാണ്. അതിനു പിന്നിലായി മറ്റെങ്ങും കാണാനാകാത്ത ഒരു തച്ചുശാസ്ത്ര ശില്പം, ഗരുഡമാടത്തറ. ഗരുഡമാടത്തറയിൽ കിഴക്ക് ദർശനമായി കാണുന്ന ഭഗവാന്റെ ശംഖുമുദ്ര. ശംഖും ചക്രവും പത്മവുമെല്ലാം ഭഗവാന്റെ അംശം തന്നെ. ഇവിടെ നിൽക്കുമ്പോൾ മനസ്സിനുണ്ടാകുന്ന അവാച്യമായ അനുഭൂതിക്ക് എന്തു പേര് നൽകാനാകും? നാരായണ. ഗരുഡമാടത്തറയുടെ താഴെ ശ്രീവല്ലഭേശ സുപ്രഭാതത്തിലെ 3 ശ്ലോകങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. ശ്രീവല്ലഭ ഭക്തനായിരുന്ന ഡോക്ടർ PK നാരായണപിള്ള എന്ന സംസ്കൃത പണ്ഡിതൻ രചിച്ച ശ്രീവല്ലഭേശ സുപ്രഭാതം. നമുക്ക് ഗരുഡമാടത്തറ എന്ന ഈ അത്ഭുത ശില്പത്തെ ഒന്ന് കാണാം. 3 നിലകളായി പണിതുയർത്തിയിരിക്കുന്ന ഈ ശില്പ സൗന്ദര്യം അന്യാദൃശ്യമാണ്. അതെ, ശ്രീവല്ലഭന് മാത്രമുള്ളതാണ്. ഈ ശില്പഗോപുരത്തിന്റെ ഉള്ളിൽ കൂടി ഒരു വലിയ കൽസ്തൂപം നിൽക്കുന്നു. 65 അടി നീളത്തിലും 2 അടി വ്യാസത്തിലും ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ സ്തൂപത്തിന്റെ താഴത്തെ അഗ്രം ഭൂമിയുടെ ജലനിരപ്പ് വരെ പോകുന്നുണ്ടത്രേ. മുകൾ ഭാഗം സ്വർണ്ണപാളികളാൽ പൊതിഞ്ഞിരിക്കുന്നു. ഏറ്റവും മുകളിലായി ഭഗവാന്റെ ശ്രേഷ്ഠമായ വാഹനം ഗരുഡന്റെ പഞ്ചലോഹ വിഗ്രഹം. ചിറകുകൾ വിടർത്തി ഭഗവാനെ തന്നെ നോക്കി തൊഴുകൈയോടെ നിൽക്കുന്ന ഗരുഡരൂപം പെരുന്തച്ചന്റെ സൃഷ്ടി. ഭഗവാന്റെ വാഹനമായ ശ്രീഗരുഡൻ എന്നതിനപ്പുറം രമണകദ്വീപിൽ ഏറെക്കാലം ശ്രീവല്ലഭ വിഗ്രഹം പൂജിക്കുകയും പിന്നീട് ജലാധിവാസനായി സംരക്ഷിക്കുകയും വീണ്ടും നേത്രാവതി നദിയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്ത ഗരുഡമൂർത്തി. താൻ യുഗങ്ങൾ പൂജിച്ച തൻ്റെ ഭഗവാനെ നേർക്കുനേർ കണ്ടുകൊണ്ടിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ഗരുഡൻ. ഗരുഡന്റെ പ്രതീകങ്ങളായി ഗരുഡമാടത്തറയിലെങ്ങും ധാരാളം പ്രാവുകളെ കാണാം. മുമ്പ് പറഞ്ഞതുപോലെ ഹരിനാമമന്ത്രം ജപിക്കുന്ന അമ്പലപ്രാവുകൾ. ഗരുഡമാടത്തറയുടെ പടിഞ്ഞാറ് ക്ഷേത്ര നാലമ്പലത്തിനു മുന്നിലായി ഭക്തർ തേങ്ങാ ഉടക്കൽ വഴിപാട് നടത്തുന്ന കല്ല്. മഴയും മഹാമാരിയും നമ്മെ ഉപദ്രവിക്കാതിരിക്കാൻ ഗരുഡസ്വാമിക്ക് തേങ്ങ ഉടയ്ക്കുന്ന വഴിപാട് ഇവിടെ ഭക്തർ നടത്താറുണ്ട്. ഗരുഡസ്വാമിയെ വന്ദിച്ച ശേഷം വേണം നാം ഭഗവാനെ കാണാനായി അകത്തേക്ക് പ്രവേശിക്കേണ്ടത്. ഈ ആചാരങ്ങൾക്കെല്ലാം അതിൻ്റേതായ അർത്ഥമുണ്ട്. തൻ്റെ പരമഭക്തനും ആശ്രിതനുമായ ഗരുഡനെ വണങ്ങുന്നത് തന്നെ വണങ്ങുന്നതിന് തുല്യമാണെന്ന് ഭഗവാൻ പറയാതെ പറയുന്നു. നമ്മുടെ കണ്ണുകൾ സജലങ്ങളാകും. നാരായണ ഭക്തിയിൽ അറിയാതെ നാം പറഞ്ഞുപോകും, ഭക്തവത്സല, എൻ്റെ ശ്രീവല്ലഭ. ഗരുഡമാടത്തറയും കടന്ന് അകത്തേക്ക് കടന്നാൽ ഏതാണ്ട് 10 അടി ഉയരത്തിൽ നിൽക്കുന്ന വലിയ ബലിക്കൽ. വശങ്ങളിൽ ദാരുശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഇത്തരം ബലിക്കല്ലുകളും അത്യപൂർവം. ശ്രീവല്ലഭന് മാത്രമുള്ള ബലിക്കൽ. ബലിക്കല്ലും കടന്ന് അകത്തേക്ക് പ്രവേശിക്കുവാൻ ഉയരത്തിലുള്ള കരിങ്കൽ പടിക്കെട്ട്, നാലമ്പലത്തിലേക്കുള്ള നടവഴി. ആ പടിക്കെട്ടിൽ നമിച്ച് അകത്തേക്ക് കടക്കുമ്പോൾ ഒരു നീണ്ട ഇടനാഴി. ഇരുവശങ്ങളിലും ഉയർത്തിക്കെട്ടിയ മണ്ഡപങ്ങളും മനോഹരങ്ങളായ സ്തൂപങ്ങളും. നാം നാലമ്പലത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു. വിശാലമായ നമസ്കാര മണ്ഡപം. മണ്ഡപത്തിന്റെ വശം ചേർന്ന് നടന്നാൽ നാം ആ സന്നിധാനത്തിൽ എത്തിച്ചേരും. 2 തട്ടുകളിലായി കരിങ്കൽ പടിക്കെട്ട്, കരിങ്കല്ലിന്റെ വട്ടശ്രീകോവിൽ. പടിക്കെട്ടുകളെ കടന്ന് നമ്മുടെ നയനങ്ങൾ ആ വിഗ്രഹത്തിലേക്ക്. ഭഗവാനെ വിശ്വസിക്കാനാവുന്നില്ല. 7 അടി ഉയരത്തിൽ നിൽക്കുന്ന ചതുർബാഹുവായ അങ്ങയുടെ ശാന്തമായ രൂപം. ഇവിടെ നമ്മൾ പറഞ്ഞു പോകും, എൻ്റെ ശ്രീവല്ലഭ. എത്രയോ പുണ്യാത്മാക്കൾ പൂജിച്ച, കാലത്തെയും ദേശത്തെയും എന്തിന് യുഗങ്ങളെപ്പോലും അതിജീവിച്ച അങ്ങയുടെ ദിവ്യ വിഗ്രഹം. ഇല്ല, മതി വരുന്നില്ല, കൊതി തീരുന്നില്ല. പാപക്കറകളെല്ലാം കണ്ണീർ നദിയായി ഒഴുകട്ടെ. ഭഗവാനെ, ഞാൻ ഒന്നുകൂടി കണ്ടോട്ടെ അങ്ങയുടെ ഈ പുണ്യരൂപം. 4 കരങ്ങൾ. പിന്നിലെ ഇടതുകരത്തിൽ ശംഖ്, പിന്നിലെ വലതുകരത്തിൽ ആ ചക്രം, ഭഗവാന്റെ സുദർശന ചക്രം. മുന്നിലെ വലതുകരത്തിൽ താമര, മുന്നിലെ ഇടതുകരം അരയിൽ പിടിച്ചിരിക്കുന്നു. ചതുർബാഹുവിന് ഇവിടെ ഗദയില്ല എന്നതും പ്രത്യേകതയാണ്. ശിരസിൽ രത്നഖചിതമായ നീളൻ കിരീടം. 7 അടിയോളം ഉയരമുള്ള ശ്രീവല്ലഭസ്വാമിയുടെ വിഗ്രഹം. മതി, ഇതു മതി. മനസ്സിന്റെ ഭാരം ഒഴിഞ്ഞ അവസ്ഥ. നടയിൽ നിന്നും പ്രദക്ഷിണ വഴിയെ പടിഞ്ഞാറേ നടയിലേക്ക് സാക്ഷാൽ സുദർശനമൂർത്തി. ചങ്ക്രോത്തമ്മയ്ക്ക് ദർശനം കൊടുത്ത ശേഷം ഭഗവാൻ തന്നെ പ്രതിഷ്ഠിച്ച സുദർശനമൂർത്തി. ചങ്ക്രോത്ത് മഠത്തെ നോക്കി ഭക്തരെ അനുഗ്രഹിച്ചിരിക്കുന്ന സുദർശനമൂർത്തി. ശ്രീവല്ലഭ നടയിൽ ചന്ദനവും സുദർശനമൂർത്തിയുടെ നടയിൽ ഭസ്മവുമാണ് പ്രസാദമായി കൊടുക്കുന്നത്. ശാന്തസ്വരൂപനായ ശ്രീവല്ലഭൻ കിഴക്കേ നടയിലും ഉഗ്രമൂർത്തിയായ സുദർശന ചക്രം പടിഞ്ഞാറേ നടയിലും. നാലമ്പലത്തിനു പടിഞ്ഞാറായി ഉപദേവതയായ വടക്കുംനാഥൻ. ശൈവസങ്കല്പം.
വീണ്ടും പ്രദക്ഷിണ വഴിയിൽ കിഴക്കോട്ട് നടന്നാൽ വടക്ക് കിഴക്കായി വിശ്വക്സേനൻ. അവിടെയും തൊഴുത് വീണ്ടും കിഴക്കേ നടയിലെത്തി ശ്രീവല്ലഭനെ വീണ്ടും കൈകൂപ്പി തൊഴുമ്പോൾ മനസ്സിൽ സായുജ്യത്തിന്റെ തിരകൾ ആഞ്ഞടിക്കും. പുറത്തേക്കിറങ്ങുന്നതിനു മുമ്പ് ഒരിക്കൽ കൂടി ശ്രീകോവിലേക്ക് നോക്കാം. ചെമ്പു തകിടുകൾ മേഞ്ഞ മേൽക്കൂരയുള്ള കരിങ്കല്ലിന്റെ വട്ട ശ്രീകോവിൽ, ഉയർന്ന പീഠത്തിൽ നിൽക്കുന്ന ശ്രീവല്ലഭസ്വാമിയുടെ കമനീയ വിഗ്രഹം. ഇത് പുണ്യമാണ്, ഇത് ഭക്തിയാണ്, ഇത് പ്രാർത്ഥനയാണ്, ഇത് വരപ്രസാദമാണ്. വീണ്ടും ഞാൻ അറിയാതെ വിളിച്ചു, എൻ്റെ ശ്രീവല്ലഭ. നമുക്ക് പുറത്തേക്കിറങ്ങാം. പുറത്തെ പ്രദക്ഷിണ വഴി കിഴക്ക് നിന്നും പടിഞ്ഞാറേക്ക് നടക്കുമ്പോൾ തെക്കേ ഗോപുരനട, മലർക്കെ തുറന്നിട്ട ഗോപുരവാതിൽ, തെക്കു പടിഞ്ഞാറായി വിഘ്നേശ്വരനായ ഗണപതിയുടെ ശ്രീകോവിൽ. വീണ്ടും പടിഞ്ഞാറേ നടയിലേക്ക് നടക്കുമ്പോൾ ശാസ്താവിൻ്റെ ശ്രീകോവിൽ. പടിഞ്ഞാറേ നടയിൽ എത്തുന്നതിന് മുമ്പായി നമ്മുടെ ഇടതുവശത്ത് പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരം, വൃക്ഷരാജനെ വലം വെച്ച ശേഷം പടിഞ്ഞാറേ നടയിൽ സുദർശനമൂർത്തിയെയും തൊഴുത് പുറകിലേക്ക് നോക്കിയാൽ പടിഞ്ഞാറേ ഗോപുരം കാണാം. ഗോപുരവാതിലിലൂടെ പുറത്തേക്കിറങ്ങിയാൽ ചങ്ക്രോത്ത് മഠമെന്ന ശങ്കരമംഗലം കാണാനാകും. ഭഗവാന്റെ പരമഭക്തയായിരുന്ന ചങ്ക്രോത്തമ്മയ്ക്ക് ഭഗവാൻ ദർശനം നൽകിയ പുണ്യസ്ഥലം. ശ്രീവല്ലഭ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായി ചങ്ക്രോത്ത് മഠത്തെ കരുതപ്പെടുന്നു. ചങ്ക്രോത്ത് മഠത്തെ നോക്കിക്കൊണ്ട് തുകലാസുരനെ നിഗ്രഹിച്ച ആ സുദർശനമൂർത്തി ക്ഷേത്രത്തിൽ വാണരുളുന്നു. പടിഞ്ഞാറേ നടയിലെ ദർശനത്തിന് ശേഷം നാം വീണ്ടും കിഴക്കോട്ട് നടക്കുമ്പോൾ ഇടത്തേക്ക് നോക്കിയാൽ വടക്കേ ഗോപുരം കാണാം. അടഞ്ഞു കിടക്കുന്ന ഗോപുരവാതിൽ. ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ വടക്കേ ഗോപുരവാതിൽ എന്നും അടഞ്ഞ അവസ്ഥയിലാണ്. വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഗോപുരവാതിൽ. ഇതിനും ഒരു കഥയുണ്ട്. ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനും കാര്യക്കാരനുമൊക്കെ ആയിരുന്ന കുറുപ്പ് എന്നൊരാളുണ്ടായിരുന്നു. ഭഗവാന്റെ പരമഭക്തനായ കുറുപ്പിൻ്റെ ജീവിതം തന്നെ ഭഗവാനിൽ സമർപ്പിതമായിരുന്നു. ഒരിക്കൽ ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന സ്വർണ്ണ താഴികക്കുടം മോഷ്ടിക്കപ്പെട്ടു. നാടുവാഴിയുടെയും ക്ഷേത്ര നടത്തിപ്പുകാരായ പത്തില്ലത്തിൽ പോറ്റിമാരുടെയും നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ക്ഷേത്ര ജീവനക്കാരെയെല്ലാം ചോദ്യം ചെയ്ത കൂട്ടത്തിൽ കുറുപ്പിനെയും ചോദ്യം ചെയ്തു. ഈ മേൽക്കൂരയുടെ മുകളിൽ ഒരാൾക്ക് എങ്ങനെ കയറാനാകും എന്ന ചോദ്യത്തിന് കുറുപ്പ് കൊടുത്ത മറുപടി രസകരമാണ്. ഉടുമ്പിൻ്റെ വാലിൽ ഒരു കയർ കെട്ടി അതിനെ മുകളിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഉടുമ്പ് അവിടെ തന്നെ പിടിച്ചിരിക്കുമെന്നും കയറിൽ പിടിച്ച് ഒരാൾക്ക് മുകളിലെത്താമെന്നുമുള്ള മറുപടി കേട്ട് ഇയാൾ തന്നെ ഈ മോഷണം നടത്തിയതെന്ന് വിധിയെഴുതുകയും അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ തീരുമാനിക്കുകയും ചെയ്തു. അന്ന് ക്ഷേത്രത്തിനടുത്തുള്ളതെന്ന് പറയുന്ന തൂക്കുമരം ഇപ്പോഴത്തെ പൊടിയാടി എന്ന സ്ഥലത്തായിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും ഏതാണ്ട് 5 കിലോമീറ്റർ പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പൊടിയാടിയിലെ പ്രസ്തുത തൂക്കുമരമാണ് കുറുപ്പിനായി വിധിച്ചത്. തൂക്കിലേറ്റുന്ന ദിവസം അദ്ദേഹത്തോട് അവസാന ആഗ്രഹം എന്താണെന്ന് അധികാരികൾ ആരാഞ്ഞു. പരമഭക്തനായ ആ സാത്വികൻ തനിക്ക് ഭഗവാനെ ഒന്ന് തൊഴുതാൽ മതി എന്ന് പറഞ്ഞു. അതനുസരിച്ച് കുളിച്ചു വന്ന ആ ഭക്തനെ ഭഗവാന്റെ നടയ്ക്ക് മുമ്പിൽ എത്തിച്ചു. പൂജാരി കൊടുത്ത ഭഗവാന് ചാർത്തിയ തുളസിമാല്യം കഴുത്തിലണിയിച്ച് കുറുപ്പിനെ ഈ വടക്കേ നടയിലൂടെയാണ് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോയത്. ഇന്നത്തെ പൊടിയാടി എന്ന സ്ഥലത്തെ പാലമരത്തിൽ വധശിക്ഷ നടപ്പാക്കിയപ്പോൾ തന്നെ ക്ഷേത്രത്തിൽ അനിഷ്ടങ്ങളായ അനേകം സംഭവങ്ങളുണ്ടായി. ദേവപ്രശ്നത്തിൽ നിഷ്കളങ്കനായ തൻ്റെ പരമഭക്തനെ ഇത്തരത്തിൽ ശിക്ഷിച്ചതിൽ ഭഗവാൻ അതീവ കോപിഷ്ഠനായെന്നും അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ടുപോയ ആ വാതിലുകൾ തുറക്കേണ്ടതില്ലെന്നും വിധി വന്നു. അങ്ങനെ ആ വാതിലുകൾ എന്നേക്കുമായി അടഞ്ഞു. എന്നാൽ വർഷത്തിൽ ഒരു നാൾ ഭഗവാന്റെ സഹോദരിമാർ എന്ന് കരുതപ്പെടുന്ന 3 ഭഗവതിമാർ ഭഗവാനെ കാണാനെത്തുമ്പോൾ മാത്രം ഈ വാതിലുകൾ തുറക്കുന്നു. കുറുപ്പ് എന്ന ആ സാത്വികനെ തൂക്കിലേറ്റിയ പാലമരത്തിന് താഴെ തന്നെ കുറുപ്പ് വല്യച്ഛൻ എന്ന പേരിൽ കുടിയിരുത്തിയിരിക്കുന്നു. പൊടിയാടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്ര ഭൂമിയിലാണ് കുറുപ്പ് വല്യച്ഛൻ്റെ ഇരിപ്പിടം. പാലമരത്തിന് താഴെയുള്ള ആ കൽവിഗ്രഹത്തിന് നിത്യപൂജ ഇപ്പോഴും നടക്കുന്നുണ്ട്. ദിവസവും രാത്രിയിൽ കുറുപ്പ് വല്യച്ഛൻ ഭഗവാനെ കാണാൻ എത്തുമെന്നും സങ്കല്പം. നാം പ്രദക്ഷിണ വഴിയിൽ വടക്കേ നടയിലെത്തിയല്ലോ. വീണ്ടും കിഴക്കോട്ട് നടക്കുമ്പോൾ ഗുരുവപ്പസ്വാമിയുടെ ചെറിയ ശ്രീകോവിൽ, അതിനടുത്തായി ജലവന്തി എന്ന ക്ഷേത്രക്കുളവും അതിൻ്റെ തീരത്തുള്ള മനോഹരമായ ജലവന്തി മാളികയും.
ഇതിന് സമീപമായി ദുർവാസാവിൻ്റെയും വ്യാസന്റെയും സങ്കല്പത്തിൽ നമുക്ക് പ്രണമിക്കാം. പ്രദക്ഷിണം പൂർത്തിയാക്കി നാം ഗരുഡമാടത്തറയിലെത്തുന്നു. വീണ്ടും ഗരുഡസ്വാമിയെയും ഭഗവാനെയും ഒരിക്കൽ കൂടി തൊഴുത് നമുക്ക് ക്ഷേത്രമതിലിന് പുറത്തേക്ക് ഇറങ്ങാം. മതിലിന് പുറത്ത് പുത്തൻകുളമെന്ന അറിയപ്പെടുന്ന വിശാലമായ കുളവും പുറത്തെ വലിയ കൊടിമരവും കാണാം. മതിലിനോട് ചേർന്ന് തന്നെ കഥകളിയുടെ സ്ഥിരം അണിയറയും നിൽക്കുന്നു. കഥകളിയും പാള നമസ്കാരവുമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാന വഴിപാടുകൾ. സന്താനലബ്ധി, ശത്രുസംഹാരം, പരീക്ഷാവിജയം, ഐശ്വര്യലബ്ധി, ഇഷ്ടകാര്യലബ്ധി തുടങ്ങിയവയ്ക്കൊക്കെ ഭക്തർ ഇവിടെ കഥകളി വഴിപാട് നടത്താറുണ്ട്. ഓരോ ദിവസവും കഥകളി കാണാൻ ഭഗവാൻ എത്തുമെന്നാണ് സങ്കല്പം. ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലെ നടപ്പന്തലിലാണല്ലോ കഥകളി മണ്ഡപം. മണ്ഡപത്തിൻ്റെ തെക്കുപടിഞ്ഞാറായി ഒരു പീഠം ഭഗവാനെ സങ്കല്പിച്ചു വെച്ചിരിക്കുന്നു. രാത്രിയിലെ ശീവേലിക്ക് ശേഷം പൂജാരി ഭഗവാനെ ആവാഹിച്ച് വിളക്കുമായി ശ്രീകോവിലിനുള്ളിൽ നിന്ന് ഈ പീഠത്തിനടുത്തെത്തുകയും നിലവിളക്ക് കൊളുത്തുകയും ചെയ്യുന്നതോടുകൂടി ഭഗവത് സാന്നിധ്യം ഇവിടെ ഉണ്ടായി എന്ന് വിശ്വാസം. ഈ നിലവിളക്കിൽ നിന്നും ആട്ടവിളക്കിൻ്റെ തിരി തെളിയിക്കുന്നതോടെ ഓരോ ദിവസവും കഥകളി ആരംഭിക്കുന്നു. ഉച്ചപൂജയുടെ നിവേദ്യത്തോടൊപ്പം പാള നമസ്കാര നിവേദ്യങ്ങളായ ഉണക്കലരി ചോറും ഉപ്പുമാങ്ങയും ഭഗവാന് നിവേദിച്ച ശേഷം ബ്രാഹ്മണന് കാൽ കഴുകി ചൂട്ട് നടത്തുന്ന മറ്റെങ്ങും കാണാത്ത ഒരു വഴിപാടാണ് പാള നമസ്കാരം. കമുങ്ങിൻ്റെ പാളയിലാണ് ഈ വിഭവങ്ങൾ ബ്രാഹ്മണന് മുമ്പിൽ വിളമ്പുന്നത്. പാരണ വീടാനായി ചങ്ക്രോത്തമ്മ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഭഗവാന് ഒരു പാളയിലാണ് വിഭവങ്ങളായ ഉണക്കലരി ചോറും ഉപ്പുമാങ്ങയും വിളമ്പിയതെന്ന് ഇവിടെ നാം ഓർക്കേണ്ടതാണ്. ഏത് കർമ്മത്തിനും പ്രായശ്ചിത്ത പരിഹാരമാണ് പാള നമസ്കാര വഴിപാടെന്ന് ക്ഷേത്രതന്ത്രിമാരിൽ ഒരാളായ ബ്രഹ്മശ്രീ അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാട് തറപ്പിച്ചു പറയുന്നു. ഭഗവാന്റെ ഉടയാടയായി വസ്ത്രങ്ങൾ, പ്രധാനമായും മുണ്ട് തന്നെ, നടക്കി വെക്കുന്നതും വിശേഷപ്പെട്ട വഴിപാട് തന്നെ. പടറ്റിപ്പഴം നിവേദ്യവും പ്രധാന വഴിപാട് തന്നെ. 5 പൂജകളും 3 ശീവേലിയും നിത്യവും നടക്കുന്ന മഹാക്ഷേത്രമാണ് ശ്രീവല്ലഭ മഹാക്ഷേത്രം. എന്നാൽ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി 5 പൂജകൾക്കും വെവ്വേറെ മൂലമന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. ഭഗവാനെ 5 ഭാവങ്ങളിൽ കാണുന്നു എന്ന് സാരം. പൂജകൾ കണ്ടു തൊഴുന്നതാണ് ഏറ്റവും മഹത്തായ കാര്യമെന്ന് ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ വാസുദേവൻ ഭട്ടതിരി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതേപോലെ 5 പൂജ എന്ന് പറയുമ്പോൾ ഒഷ, എതിർത്ത പൂജ, പന്തിരടി, ഉച്ചപൂജ, അത്താഴപൂജ എന്ന ക്രമത്തിലല്ല എന്നൊരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ ഒഷയ്ക്കും എതിർത്ത പൂജയ്ക്കും മധ്യ വരുന്ന സമയം നോക്കിക്കണ്ട് 1-ാം പൂജയും, പന്തിരടിയുടെ സ്ഥാനത്ത് പന്തിരടി പൂജയും, ഉച്ചപൂജയുടെ സ്ഥാനത്ത് ഉച്ചപൂജയായിട്ടും, വൈകുന്നേരം 4-ാം പൂജ, 5-ാം പൂജ എന്നിങ്ങനെ 2 പൂജയും. അതിൽ ഈ 5-ാം പൂജയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ അത്താഴപൂജയ്ക്ക് തുല്യമായിട്ട് വരിക. അത് 5 അവസ്ഥയിലുള്ള ഒരേ ദേവൻ്റെ 5 അവസ്ഥകളാണ് ഇവിടെ പൂജിക്കുന്നത്. 5ഉം വ്യത്യസ്തങ്ങളായ ധ്യാനവും മൂലവും വ്യത്യസ്തമായ അഭിഷേകങ്ങളും അലങ്കാരങ്ങളും വ്യവസ്ഥയാക്കിയിട്ടുള്ളത് തരം പോലെ തന്നെയാണ് ഇവിടെ ചെയ്യേണ്ടത്. 5 കൂടെ കൂടുമ്പോൾ ഒരു ദേവനാണ് എന്നുള്ളതാണ് ശ്രീവല്ലഭൻ്റെ ഒരു വിശേഷത്വം. ശ്രീവല്ലഭൻ്റെ ഈ പൂജകൾ പൂജ കണ്ട് തൊഴലാണ് ദേവന് ഇവിടെ പ്രധാനം. ദേവനെ തൊഴുകല്ല, ദേവൻ്റെ പൂജ കണ്ട് തൊഴുതാണ് ഇവിടെ ഈ 5 അവസ്ഥ ആയതുകൊണ്ട് പ്രധാനമായിട്ട് വരുന്നത്. അത് അവസ്ഥകൾ എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു ദേവനാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷം. പഞ്ചരാത്ര സംഹിതയിലെ ദുർവാസ സംഹിതയിലെ യജനാവലി ക്രമത്തിലാണ് ഇവിടുത്തെ പൂജകൾ എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. വെളുത്ത മുണ്ടും ഉത്തരീയവും അല്ലെങ്കിൽ കാവി മുണ്ടുമാണ് ഭഗവാന്റെ സാധാരണ വേഷങ്ങൾ. എങ്കിലും ഉച്ചപൂജയ്ക്ക് അലങ്കാര വേഷങ്ങളാകാമെന്ന് ക്ഷേത്രതന്ത്രി പറയുന്നു. അത്താഴപൂജയ്ക്ക് ശേഷം ലക്ഷ്മീനാരായണ സങ്കല്പത്തിൽ ഭഗവാൻ ലക്ഷ്മി ദേവിക്കൊപ്പം പള്ളി ഉറക്കത്തിലേക്ക് പോകുന്നു എന്ന സങ്കല്പം എത്ര മനോഹരമാണ്. കുംഭമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ആറാട്ടു വരത്തക്ക വിധം 10 ദിവസം ഇവിടെ തിരുവുത്സവമായി ആഘോഷിക്കുന്നു. അത്ര തന്നെ പ്രാധാന്യമുള്ള ഉത്സവമാണ് ഉത്രശീവേലി മഹോത്സവം. മീനമാസത്തിലെ മകയിരം തുടങ്ങി 8-ാം നാളിലാണ് ഉത്രശീവേലി മഹോത്സവം. ഭഗവാന്റെ 3 സഹോദരിമാർ എന്ന സങ്കല്പമുള്ള 3 ദേവിമാർ എന്നും അടഞ്ഞുകിടക്കുന്ന വടക്കേ ഗോപുരവാതിലിലൂടെ ക്ഷേത്രത്തിൽ കടക്കുകയും 5 ഈശ്വര സംഗമം എന്ന പരിപാവനമായ ചടങ്ങുകൾ നടക്കുകയും ചെയ്യുന്ന ഉത്സവമാണ് ഉത്രശീവേലി. കുഴിക്കാട്ടുമന എന്ന പ്രശസ്തമായ തന്ത്രി കുടുംബ പരമ്പരയിലെ 2 ശാഖകളായ തെക്കേടത്തെ കുഴിക്കാട്ട് ഇല്ലവും തറയിൽ കുഴിക്കാട്ടില്ലവുമാണ് ഇപ്പോഴത്തെ തന്ത്രി കുടുംബങ്ങൾ. അതിപാവനമായ
ഐശ്വര്യദായകമായ ഭക്തിസാന്ദ്രമായ ശ്രീവല്ലഭ ക്ഷേത്രം, അഭീഷ്ട വരദാനമൂർത്തിയായ ശ്രീവല്ലഭസ്വാമി. തിരുവല്ലയ്ക്ക് പ്രത്യേകിച്ചും ഭാരതത്തിനാകെയും പുണ്യമായി നിലകൊള്ളുന്ന ശ്രീവല്ലഭസ്വാമിയുടെ ഒരു പൂജയെങ്കിലും വന്നു തൊഴുത് പ്രാർത്ഥിക്കേണ്ടതാണ്. മഹാഭാരത യുദ്ധത്തിനു ശേഷം രാജ്യഭരണം തുടങ്ങിയ യുധിഷ്ഠിരൻ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരോട് ചോദിക്കുന്നു, ലോകത്തെ ശ്രേഷ്ഠനായ ദൈവം ആരാണ്? എല്ലാവർക്കും അഭയം തരുന്നവൻ ആരാണ്? ശാന്തിയും സമാധാനവും ലഭിക്കാൻ ആരെ ആരാധിക്കണം? ഒരാൾക്ക് ശ്രേഷ്ഠവും പരിപാവനവുമായ അവസ്ഥയിലെത്താൻ ആരെ ആരാധിക്കണം? ജനന മരണ ബന്ധങ്ങളിൽ നിന്നും മുക്തനാകാൻ എന്താണ് ജപിക്കേണ്ടത്? ഒരു ചെറു പുഞ്ചിരിയോടെ ഭീഷ്മർ മറുപടി പറഞ്ഞു, ലോകത്തിൻ്റെ മുഴുവൻ രക്ഷകനും അധികാരിയും മഹാവിഷ്ണു തന്നെയാണ്. വിഷ്ണു എന്നും വിഷ്ണു ഭജനം എന്നും ആണ് നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. ഇത്രയും പറഞ്ഞ് വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ഉരുവിട്ട് ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം യുധിഷ്ഠിരനെ പഠിപ്പിച്ചു. മഹാഭാരതത്തിൽ നെടുംതൂണായി നിൽക്കുന്ന വ്യാസനും മറ്റൊരു കഥാപാത്രമായ ദുർവാസാവും എന്തിനധികം പൂർണ്ണാവതാരമായ ശ്രീകൃഷ്ണനുമെല്ലാം പൂജിച്ച ശ്രീവല്ലഭ വിഗ്രഹം ദർശിക്കുന്നത്, ആരാധിക്കുന്നത്, പൂജിക്കുന്നത് ധന്യമാണ്. ശ്രീവല്ലഭ ഭജനം, വിഷ്ണു സഹസ്രനാമം, വിഷ്ണു പ്രീതി, ശ്രീവല്ലഭ പ്രീതി, എല്ലാവരിലും ഭക്തവത്സലനായ ശ്രീവല്ലഭൻ കൃപാകടാക്ഷം ചൊരിയട്ടെ.